ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോയാലോ? ഇത് നമ്മൾ നോക്കുന്നത് റിലേഷൻഷിപ്പ് ബേസ്ഡ് റീഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ വരുന്ന പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളുക, നെഗറ്റീവായ എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിട്ടുകളയുക. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു ഓവറോൾ എനർജി എന്താണ്? നിങ്ങളിപ്പോൾ റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ് നിൽക്കുന്നത്? നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എങ്ങനെയാണ് നിൽക്കുന്നത്? നിങ്ങൾ ആ വ്യക്തിയിൽ നിന്നും ഇപ്പോൾ എന്താണ് ആഗ്രഹിക്കുന്നത്? ആ വ്യക്തി നിങ്ങളിൽ നിന്നും ഇപ്പോൾ എന്താണ് ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു ഓവറോൾ എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ കാർഡ് ദ വേൾഡ് എന്ന് പറഞ്ഞൊരു മേജർ ആർക്കാന കാർഡാണ്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു സൈക്കിൾ എൻഡായിട്ടുണ്ട് എന്നാണ് കാണുന്നത്. അതെന്ന് പറഞ്ഞാൽ പൂർണ്ണമായും നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോയി എന്നല്ല അർത്ഥം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു പാറ്റേൺ ഇപ്പോൾ എൻഡായി എന്നാണ് കാണുന്നത്. നിങ്ങളിപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ 2 of Swords എന്ന് പറഞ്ഞ എനർജിയിലാണ് നിൽക്കുന്നത്. അതായത് എങ്ങോട്ട് പോകണം എന്ന് അറിയില്ലാത്ത ഒരു രീതിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഇത് ഈ റിലേഷൻഷിപ്പ് നിൽക്കണോ അതോ ഇതിൽ നിന്ന് വിട്ടു പോകണമോ എന്നൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കാത്തൊരവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നാണ് കാണുന്നത്. അതായത് അപ്പോൾ ഈ റിലേഷൻഷിപ്പ് ഇപ്പോൾ ബ്രേക്കപ്പിലാണ് അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റിലാണ് എന്നാണ് കാണുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ നൈറ്റ് ഓഫ് പെറ്റിക്കിൾസ് എന്ന് പറഞ്ഞ ഒരു കാർഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങൾക്ക് മൂല്യം തന്നുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ആ വ്യക്തിക്ക് ഇപ്പോൾ ആക്ഷൻ ഒന്നും എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഉള്ളത്. നിങ്ങൾ വിലപ്പെട്ട ഒരു വ്യക്തിയാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്ന് ആ വ്യക്തിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ ഒരു എനർജിയിലാണ് ആ വ്യക്തി നിൽക്കുന്നത്. പക്ഷെ നിങ്ങൾ എന്താണ് ആ വ്യക്തിയിൽ നിന്നും ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ചോദിച്ചാൽ നമുക്ക് കിട്ടിയിരുന്നത് 3 of Swords എന്ന് പറഞ്ഞ എനർജിയാണ്. ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്രമേൽ ഏറെ വേദനയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഹൃദയം കീറി മുറിക്കുന്ന ഒരു വേദന നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഇത് നിങ്ങളുടെ ഹൃദയം ആവശ്യപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഹൃദയത്തിന് ആ വേദനയ്ക്ക് ഒരു ഹീലിംഗ് ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. അതായത് നിങ്ങളുടെ വേദനയെ കുറച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മറ്റൊരു ഇതിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിൻ്റെ ആ വേദനയെ സുഖപ്പെടുത്തുക എന്നാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ റിലേഷൻഷിപ്പിൽ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചാൽ പേജ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞ ഒരു എനർജിയാണ് നമുക്ക് കിട്ടിയത്. അതായത് ഇപ്പോൾ നിങ്ങളിൽ നിന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ഇതിലൊരു പുതിയ തുടക്കം വേണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഒരു മെസ്സേജ് നിങ്ങൾക്ക് അയക്കണം എന്നൊക്കെ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇതെന്ന് പറയുന്നത് ഇമ്മച്യൂർഡ് ആയിട്ടുള്ള ഒരു ലവ് ആയിട്ടാണ് കാണുന്നത്. പേജ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു ഇത് ഒരു മെച്യൂരിറ്റിയിലേക്ക് എത്താത്ത ഒരു ലവ് ആയിട്ടാണ് കാണുന്നത്.